പൂമ്പാറ്റ അതിന്റെ കൊക്കൂൺ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ പൂമ്പാറ്റ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കൊക്കൂൺ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് കണ്ട് പാവം തോന്നിയ ഒരു മനുഷ്യനാണെങ്കിൽ ഒരു കത്രിക എടുത്തുകൊണ്ട് വന്ന് ഈ പൂമ്പാറ്റയുടെ കൊക്കൂൺ ലൈറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ്. അപ്പോ അനായാസേന ആ പൂമ്പാറ്റയ്ക്ക് പുറത്തു വരാൻ പറ്റി. പക്ഷെ സാധാരണ ഈ കൊക്കൂണിൽ നിന്ന് പൂമ്പാറ്റകൾ ജനിക്കുമ്പോ അവര് ചിറകൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഈ പൂമ്പാറ്റ വളരെ രൂപത്തിലൊക്കെ എന്തൊക്കെയോ വ്യത്യാസമൊക്കെ വന്നിട്ട് ചിറകൊന്നും ശരിയായ രീതിയിൽ മുളയ്ക്കാതെ അത് ചെറിയൊരു പുഴുവായിട്ട് തന്നെ എഴഞ്ഞെഴഞ്ഞ് പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇത് കണ്ട ഈ മനുഷ്യൻ സഹായിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇദ്ദേഹത്തിന് അത് കണ്ടിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നി. താൻ കത്രിക കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തത് കൊണ്ടാണല്ലോ പൂമ്പാറ്റ ഇങ്ങനെ വളരാത്തത് എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിന് ആ ഒരു സങ്കടം അടക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതിന് എന്താ പ്രതിവിധി എന്ന് ഇദ്ദേഹം കുറെ ആലോചിച്ചു. പക്ഷെ അതിന് പ്രത്യേകിച്ച് പ്രതിവിധി ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ ശിഷ്ടകാലം ആ ഒരു പൂമ്പാറ്റ അതിന്റെ ചിറകുകളൊന്നുമില്ലാതെ ഒരു കുഞ്ഞു പുഴുവായിട്ട് തന്നെ എഴഞ്ഞെഴഞ്ഞ് നീങ്ങുകയാണ് ചെയ്തത്. അപ്പോ നമ്മൾ ഈ കൊക്കൂൺ പൊട്ടിച്ച് പൂമ്പാറ്റ പുറത്തു വരുന്ന കാര്യം പറഞ്ഞതുപോലെ ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞ വഴി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ അങ്ങനത്തെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ വേറൊരു രീതിയിലേക്ക് എത്തുക. അതുപോലെ ഈ പൂമ്പാറ്റ കൊക്കൂൺ അതിൻ്റെതായ പരിശ്രമത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ചിറകുകൾ വിടർത്തി പറക്കാൻ വേണ്ടി കഴിയുള്ളൂ. അവിടെ മറ്റൊരാൾ സഹായിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോ ഇതിലൊന്നും തളരാതെ അവനവന് നേരെ വരുന്ന ഇങ്ങനത്തെ എന്താ പറയാ കല്ലും മുള്ളും നിറഞ്ഞ അല്ലെങ്കിൽ ദുഷ്കരമായിട്ടുള്ള പാതകൾ അതിജീവിച്ച് വളരെ ഉയർന്ന രീതിയിലേക്ക് പറക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുകയാണ് വേണ്ടത്. അബ്സല്യൂട്ട് മൈൻഡിന്റെ പ്രോബ്ലം സോൾവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമാരായിട്ടുള്ള നാജിയ മാമും അതുപോലെ മറ്റൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അഭിനന്ദ് സാറുമാണ്. അപ്പൊ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു ഷോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. സാർ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു കഥയില് എന്താ പറയാ, നമ്മള് ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കഠിനമായിട്ടുള്ള കല്ലും മുള്ളും നിറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നല്ലൊരു പൊസിഷനിൽ എത്തും എന്നുള്ളത് ഉറപ്പാണോ? നമ്മൾ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയും വേദനയും വിഷമമൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത്. പക്ഷേ ഈ ഒരു വേദനയും വിഷമങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഗ്രോത്തിന് സഹായിക്കുന്നതെന്ന് നമ്മുടെ മുമ്പ് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസിനെ കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് അത് കഴിഞ്ഞ് ലൈഫിൽ ഇതേപോലെ വീണ്ടും ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് സഫറിങ് ഉണ്ടാവും, നമുക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ മോശമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ മാറിയിട്ട് വരികയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കയ്യിലൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മുറിവ് വലുതായിരിക്കും. അപ്പോൾ ചില ആൾക്കാർ പറയുന്നിട്ടില്ല, ഈ ചെറിയ ഇതിനെന്തിനാ വിഷമിക്കുന്നത്, അവൻ അതിന് വലിയ ഒരു പെയിൻ ഉണ്ടാവും. പക്ഷെ ആ വലിയ ആളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പെയിൻ അല്ലാത്തത് അയാൾ അതേപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ്. ഒരു ചെറിയൊരു വിഷമം ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷമങ്ങൾ നേരിടാനും അതിൽ നിന്ന് അതിജീവിച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എല്ലാവരും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് ഒരുപാട് റെസ്പോൺസ് വാട്സപ്പ് വഴി മെയിനായിട്ട് കിട്ടുന്നുണ്ട്. വളരെയധികം സന്തോഷം. മാത്രമല്ല ഈ ലൈവിന്റെ അടിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വിവരങ്ങളും ഒന്ന് വെളിപ്പെടുത്താൻ തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന അനോണിമസ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ഉറക്കെ വായിക്കുകയും നമ്മുടെ സൈക്കോളജിസ്റ്റുമാർ അതിന് തക്കതായിട്ടുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ട് ആദ്യം തന്നെ തുടങ്ങാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല പാർട്ടായിട്ടാണ് പുള്ളി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ വായിക്കാൻ പോകുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ആരെങ്കിലും ഞാൻ ചെയ്യാത്ത അറിയാത്ത കാര്യങ്ങൾ ഞാനാണെന്ന് വരുത്തി തീർത്ത് മറ്റുള്ളവരെ എന്നിൽ നിന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ. രണ്ടാമത്തെ പ്രശ്നം, എന്നെക്കുറിച്ച് ഇല്ലായ്മ അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അവരോടൊക്കെ പെട്ടെന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് സത്യാവസ്ഥ എന്ന് അന്നേരം വിശദീകരിക്കാൻ കഴിയുന്നില്ല. കുറേ നേരം കഴിഞ്ഞിട്ട് ആലോചിക്കും, എനിക്ക് എന്തുകൊണ്ട് ഇന്ന രീതിയിൽ പറയാമായിരുന്നു, എന്നാൽ അവർക്ക് എന്നെ കുറച്ചെങ്കിലും മനസ്സിലാവുമായിരുന്നു എന്ന്. അതായത് പെട്ടെന്ന് റിപ്ലൈ പറയാൻ പറ്റുന്നില്ല. പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ ഞാൻ പെട്ടെന്ന് ചുരുങ്ങി ഇല്ലാതാകുന്ന അവസ്ഥ. ഇതേ പ്രശ്നം എൻ്റെ മകനും ഇപ്പോൾ പറയുന്നുണ്ട്. അവന് സഡൻ റിയാക്ട് ചെയ്യാൻ പറ്റാതെ
ഫ്രണ്ട്സിന്റെ ഇടയിൽ പഴം വിഴുങ്ങി ടോക്ക് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ വിഷമമാണ്. എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത്? ഇത് വായിക്കുമ്പോൾ തന്നെ ഇതൊന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സൂചിപ്പിക്കുന്ന പോലെ ഇയാൾ സറൗണ്ടിങ്സിലുള്ള ആളുകൾ ഇയാളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഒരു ഗ്യാസ് ലൈറ്റിംഗ് പോലെ എന്ന് പറയുമ്പോൾ അയാളെ കൂടെയുള്ള അല്ലെങ്കിൽ ആ ലേഡിയുടെ കൂടെയുള്ള ആ പാർട്ട്ണർ എങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതിൽ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് എന്തായാലും വേണം. സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് അതിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ അതിനെതിരെ തിരിക്കാനും എനിക്ക് ആൻസർ പറയാനും പറ്റുന്ന രീതിയിൽ ഒരു അസർട്ടീവ്നെസ് സ്കില്ല് ഉണ്ടെങ്കിൽ ഓക്കെ. അസർട്ടീവ്നെസ് സ്കില്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജനിച്ച പാട് എല്ലാവർക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. പല സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ പല ആളുകളും കൂടെ നമ്മൾ ജീവിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സെൽഫ് കോൺഫിഡൻസിനെ വളരെയധികം താഴ്ത്തി കെട്ടുന്ന രീതിയിൽ പല സിറ്റുവേഷൻസ് ഉണ്ടാകും. പക്ഷെ ആ ഒരു മൊമെന്റിലൊക്കെ നമ്മൾ കുറച്ചും കൂടി അസർട്ടീവായിട്ട് കാര്യങ്ങളൊക്കെ നോക്കി നോ പറയേണ്ടടുത്ത് നോ പറയാനും യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. പിന്നെ എസ്പെഷ്യലി ഇതിൽ പറഞ്ഞ പോലെ കൂടെ ഉള്ള ആളുകളെ നമ്മൾ നോക്കണം. അവരെന്ത് തരം ആളുകളാണ്, ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇവരെ അകപ്പെടുത്തി ഒഴിവാക്കുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത്തരം ആളുകളിൽ നിന്ന് നമ്മൾ നമുക്കായിട്ട് ഒരു സെൽഫ് ബൗണ്ടറിയും കൂടി ക്രിയേറ്റ് ചെയ്യും. ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം, പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്, മകനും ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങി. അപ്പൊ എടുത്തു പറയുന്ന അപ്പൊ കുട്ടികളൊക്കെ അവനെ പഴം വിഴുങ്ങിന്ന് വിളിച്ച് കളിയാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് എന്താ ജനറ്റിക് ആയിട്ട് കിട്ടുന്നതാണോ അതോ എന്തുകൊണ്ടാണ്? എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ജനറ്റിക് ആയി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മേ ബി അതിനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. നമ്മൾ ജെനറ്റിക്സിൽ പറയുകയാണെങ്കിൽ ജനറ്റിക്കലായിട്ട് തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പം ഒരു പാരന്റിന്റെ ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ടും കുട്ടിക്ക് അങ്ങനെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പം ഈ ഒരു കുട്ടി ഇങ്ങനെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ ഈ ഒരു രീതിയിലേക്ക് കണക്ട് ചെയ്തതാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായിരുന്നു അതിന് ഉള്ള ഒരു ആൻസർ. ഇതിൻ്റെ കൂടെ ഞാനൊരു ക്വസ്റ്റ്യൻ ആഡ് ഓൺ ചെയ്തോട്ടെ. അതായത് ചിലർ നമ്മളായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ചാറ്റിംഗ് ആണല്ലോ മെയിൻ, അപ്പോൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കും. പക്ഷെ നേരിട്ട് കണ്ടാൽ അവർ അത്രയ്ക്ക് അങ്ങോട്ട് സംസാരിക്കില്ല. ഇത് ആ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നമാണോ അതോ അത് ചാറ്റ് ചെയ്യുമ്പോൾ എളുപ്പമാണ് എന്നാൽ നേരിട്ട് കാണുമ്പോൾ അത്ര എളുപ്പമല്ല? ഇത് പല റിലേഷൻഷിപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്ന ഒരു ടോണാണ്, നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരു ഐ ടു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുള്ളത് കേൾക്കുന്നുണ്ടാവും. മേ ബി ഇപ്പം നമ്മുടെ സിസ്റ്റംസ് ഒക്കെ കുറേ മാറിയത് കൊണ്ടാണോ അങ്ങനെ വരുന്നത് എന്നുള്ളത് അറിയില്ല. നമുക്ക് അതേപോലെ തന്നെ ചില തെറാപ്പി കാര്യങ്ങളിൽ ഒരു പാർട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചിലർക്ക് നമ്മുടെ ഫേസിൽ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിനോടൊക്കെ പറയാനുള്ള കാര്യങ്ങൾ അവരുടെ മുഖത്ത് നോക്കി പറയാനുള്ള മടി കൊണ്ട് നമ്മൾ ഒരു എംപ്റ്റി ചെയർ ടെക്നിക് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം യൂസ് ചെയ്യും. അതായത് അതേ ഒരു പ്രോസസ്സ് തന്നെയാണ്. അതായത് അവരെ കാണുന്നോ ഇതാവുന്നോ ഇല്ല, അതായത് ചാറ്റാണ്. അതായത് അതിൽ നമ്മളെ വേർഡിങ്സ് മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ആവാനും ഒരു ചാൻസ് ഉണ്ട്. ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളവർ ഇതിൽ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇതിലേറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ അവിടെ നിന്നിട്ട് വേറെ ആരോടെങ്കിലും ആയിട്ട് ഭയങ്കരമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഡയറക്റ്റുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ സീരിയസ് ആയിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഈ കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് ലിങ്ക് ചെയ്യാനായിട്ട് തോന്നും. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.